ഞങ്ങളുടെ ടോട്ടൽ 5 days ആയിരുന്നു ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രിപ്പിൽ ഇറാനിൽ. അവിടെ മിസൈൽ പതിക്കുന്നതും ന്യൂസിലെല്ലാം പ്രശ്നങ്ങളാവുന്നതും ഈ ഫെറി വരെ അങ്ങോട്ടുള്ളതെല്ലാം ബ്ലോക്കായിട്ട് ഞങ്ങളുടെ ആ ഒരു ട്രിപ്പ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ജംഗ്ഷനിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക. പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്രത്തോളം ചെക്കിംഗ് ആണ്. പിന്നെ ഈ കാറുകളുടെ എണ്ണം കൂടി, ഏകദേശം ഒരു 3 കാറായിട്ട് ഞങ്ങൾ ശരിക്കും അവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് ഐഡിയ ഇല്ല, ജസ്റ്റ് ഒരു പേപ്പറേ ഉള്ളൂ. ആളൊരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോലീസാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ കമാൻഡർ വരാണ്ട്, ആൾ വന്നിട്ടേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു കാരണത്തിന്റെ പുറത്ത് അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റായി. ഗണ്ണൊക്കെ എടുക്കുന്നത്, ഞങ്ങളിത് പേടിച്ചിട്ട് ഈ 4 ആളും ഞങ്ങൾ ആകെ പേടിച്ച് വിറച്ചിരിക്കുക ഇതിൽ. നമസ്കാരം, ഞാൻ യൂനുസ് ഗസൽ, മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയാണ്. ദുബായിൽ ബിസിനസ് ചെയ്യാണിപ്പോൾ. ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി ഞാൻ യാത്ര ചെയ്ത ദുബായ് ടു ലണ്ടൻ ബൈ റോഡ് എന്നുള്ള ആ ഒരു യാത്രയുടെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ഷിബിലിയും ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ചിട്ട് മുമ്പ് യൂറോപ്പിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് കാരവൻ എടുത്തിട്ട് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ട് ദുബായിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബൈ റോഡ് നമുക്ക് UK വന്നുകൂടാന്നുള്ളൊരു ആശയം വന്നത്. ഞങ്ങളുടെ ട്രിപ്പുകളിലൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് പിന്നീട് ഇതായി, നമുക്ക് എങ്ങനെ റോഡ് മാർഗം നമുക്ക് അവിടെ എത്താമെന്നുള്ളത്. പിന്നീട് ഇതിന് വേണ്ട പ്ലാനിങ് ആയിരുന്നു, എന്താണ് ചെയ്യേണ്ടത്, ഇനി വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണം, ഏത് വണ്ടി വേണമെന്നുള്ളതൊക്കെ. അപ്പോൾ വണ്ടി ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ടയോട്ട ടണ്ട്ര വണ്ടി ഉണ്ടായിരുന്നു, ഒരു പിക്കപ്പ് ടൈപ്പ്. അതിനെ ഞങ്ങൾ ഓവർലാൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അവിടെ നമുക്ക് ദുബായിൽ നിന്ന് കാർനെറ്റ് കിട്ടും. ഏതെല്ലാം രാജ്യങ്ങളിലാണ് നമ്മൾ സന്ദർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ദുബായ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്, ഡോക്യുമെൻറ്റ്സ് ക്ലിയറൻസ് എല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ അത് ഞങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ വേണ്ടത് വിസാസ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്കും ഷിബിലിക്കും ഏകദേശം UK ഷെങ്കൻ വിസകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ദുബായ് ടു ലണ്ടൻ പോവുകയാണെന്നുണ്ടെങ്കിൽ 4 വിസ മതി. അതായത് UK, ഷെങ്കൻ, ടർക്കി, പിന്നെ ഇറാൻ, ഈ 4 രാജ്യങ്ങൾ കവർ ചെയ്ത് വിസകളുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഇത്രയും രാജ്യങ്ങൾ, ഏകദേശം നമുക്കൊരു 10-25 രാജ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 4th July 2025 ഞങ്ങൾ ഈ ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ദുബൈയിൽ നിന്ന് ഷാർജയിലോട്ട് പോയിട്ട് ഞങ്ങൾ ടെർമിനലിൽ ഇറക്കിയിട്ട് ഷിബിലിയാണ് ഈ വണ്ടി ഫെറിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഞങ്ങൾ പിന്നെ ടെർമിനലിൽ നിന്ന് എമിഗ്രേഷൻ കഴിഞ്ഞ് ബസ്സിലാണ് ഞങ്ങളെ ഈ ഫെറിയിലോട്ട് കൊണ്ടുപോയിട്ട് ഇറക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ, ഷാഹിദ് മാണിക്കോത്ത്, ആബിദ്, ഞങ്ങൾ 3 പേരും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് തന്നെ ഇറാനിലോട്ടാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, 1 week മുമ്പാണ് അവിടെ മിസൈൽ പതിക്കുന്നതും ന്യൂസിലെല്ലാം പ്രശ്നങ്ങളാവുന്നതും ഈ ഫെറി വരെ അങ്ങോട്ടുള്ളതെല്ലാം ബ്ലോക്കായിട്ട് ഞങ്ങളുടെ ആ ഒരു ട്രിപ്പ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായ സമയത്താണ്, പിന്നെ ഫെറി ഓപ്പൺ ആയ സമയത്ത് ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇറാൻ എന്ന് പറയുന്ന കൺട്രിയിലോട്ട് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ നമ്മളൊരു 1985, 1990 ആ ഒരു കാലഘട്ടം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് വീടുകളായിക്കോട്ടെ, വണ്ടികളായിക്കോട്ടെ, എല്ലാം അതുപോലെ തന്നെയാണ് ഈ ഫെറിയും. ഒരു പഴയ ഫെറി ആയിരുന്നു. അതിലാണ് ഞങ്ങൾ ബാന്ദ്രപാസിലോട്ട് പോകുന്നത്. അവിടെ ബാന്ദ്രപാസിൽ എത്തിയതിന് ശേഷം അവിടെ ഫുള്ളൊരു വാർ സോണാണ്. അവിടെ ഞങ്ങൾ വണ്ടി കിട്ടാൻ തന്നെ ഞങ്ങൾക്ക് 2 ദിവസം എടുത്തു. അവിടെ ഈ യുദ്ധം അതെല്ലാം കൂടെ ആയിട്ട് പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസത്തോളം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാന്ദ്രപാസിൽ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഷിറാസിലോട്ടാണ്. ഷിറാസിൽ അത്യാവശ്യം കാണാനുള്ള ഒരു സ്ഥലമാണ് ഷിറാസ് എന്ന് പറയുന്നത്. ഈ ഞങ്ങളുടെ ടോട്ടൽ 5 days ആയിരുന്നു ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രിപ്പിൽ ഇറാനിൽ. പക്ഷെ ഞങ്ങൾക്കത് 10 days എടുത്തു, ഇതിൻ്റെ ഈ ഒരു വാറ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അത്രത്തോളം ചെക്കിംഗ് ആണ്. ഞങ്ങളുടെ വണ്ടിയിലുള്ള ഈ ഫുൾ ലഗേജ് അൺലോഡ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ കയറ്റിവിടുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്ത്യൻ പാസ്പോർട്ടിനെ
നമ്മൾ ഇത്രത്തോളം ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്ന ഇറാനിലാണ്. കാരണം നമ്മൾ ഹിന്ദുസ്ഥാനികളാണെന്ന് പറയുമ്പോൾ അവർക്ക് ഈവൻ പോലീസ് ആണെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് ഭയങ്കര ഒരു റെസ്പെക്റ്റ്ഫുള്ളാണ് നമുക്ക് കിട്ടിയത് അവിടെ. ഞങ്ങൾ വണ്ടി വരുമ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ടോട്ടലി അവർ മാറും. നമ്മളടുത്ത് സംസാരിക്കുന്ന രീതി, അവർ ഭയങ്കര ചിരിച്ചിട്ട് ഹാപ്പി ആയിട്ടാണ് നമ്മളടുത്ത് സംസാരിക്കുന്നത്. അതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷിറാസിലോട്ട് എത്തുന്ന സമയം. പിന്നെ ഷിറാസ് എത്തുന്ന ആ ദിവസം രാത്രി ഞങ്ങളുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് ഞങ്ങളുടെ സൈഡിൽ വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി. കാരണം ഒരു പോലീസല്ല ആരുമല്ല, നമ്മളടുത്ത് രാത്രിയാണ്. സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ കാറുകളുടെ എണ്ണം കൂടി. ഏകദേശം ഒരു 3 കാറായിട്ട് ഞങ്ങൾ ശരിക്കും അവർ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാസ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പാസ്പോർട്ട് തരാൻ പറ്റില്ല, അപ്പോൾ പോലീസാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ID കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് ID ഇല്ല, ജസ്റ്റ് ഒരു പേപ്പറേ ഉള്ളൂ. ആളൊരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോലീസ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പാസ്പോർട്ട് തരാൻ പറ്റില്ല, ഒന്നുകിൽ പോലീസ് വരണം, എന്നിട്ട് നമുക്ക് പാസ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയോ കോൾ ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ സമ്മതിച്ചു. ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. ഇവർ ഒരു വണ്ടി ഞങ്ങളുടെ മുമ്പിലുണ്ട്, 2 വണ്ടി ഞങ്ങളുടെ ബാക്കിലുണ്ട്. അത് ഞങ്ങളൊരു കോൺവോയ് ആയിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ഗേറ്റ് ക്ലോസ്ഡ് ഗേറ്റാണ്. നമ്മൾ ഈ ഫസ്റ്റ് കാർ അതിനോട്ടകത്തോട്ട് കയറി, നമ്മളും കയറി. ബാക്കിയുള്ള 2 കാറുകൾ പുറത്ത് നിന്നു. ഈ ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ അവിടുന്ന് പോലീസുകാരെല്ലാവരും കൂടെ വന്നു. ഞങ്ങളടുത്ത് എന്താ സംഭവം, എങ്ങോട്ടാണ് പോകുന്നത്, ഭയങ്കര ക്വസ്റ്റ്യനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളിങ്ങനെ ടൂറിസ്റ്റാണ്, ഞങ്ങൾ ലണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുർക്കിയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ എന്ത് പറഞ്ഞാലും അവർക്ക് ചെക്കിങ് വേണം. അങ്ങനെ ഫുള്ള് സാധനങ്ങൾ, ഞങ്ങൾ ഇത്രയും 4 ആളുകളുടെ ഫുൾ ലഗേജ് അതെല്ലാം അവർ അൺലോഡ് ചെയ്തു. 1 by 1 അവർ സെർച്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങളടുത്ത് പറഞ്ഞു ഓക്കെ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ തിരിച്ചു. അന്ന് ഷിറാസിൽ തന്നെ നിന്നു. 2 ദിവസം ഷിറാസിലുണ്ടായിരുന്നു. ഷിറാസ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് ഇസ്ഫഹാനിലോട്ടാണ്. ഇസ്ഫഹാനിൽ ഇതുപോലെ ഷിറാസ് ടു ഇസ്ഫഹാനും ഭയങ്കര ചെക്കിങ് ആയിരുന്നു. എത്രയും പെട്ടെന്നൊന്ന് ഇറാൻ കടന്ന് കിട്ടിയാൽ മതിയെന്ന് വരെ ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോമഡി കഥാപാത്രം ഉണ്ട് ഞങ്ങളുടെ കൂടെ. ആബിദ് എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആൾക്ക് എപ്പോഴും ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഫാസ്റ്റായിട്ട് പോകുന്ന സമയത്ത് ഇയാളൊരു ബർഗറിൻ്റെ കട കണ്ടു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് നീ ഇപ്പോൾ ബർഗർ കഴിക്കല്ലേ, നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇറാൻ കടന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം, പെട്ടെന്ന് നമുക്ക് ഇറാൻ വിടാമെന്ന് പറഞ്ഞു. ആൾ പറഞ്ഞല്ലേ എനിക്ക് എന്തായാലും ബർഗർ കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ മനസ്സോടെ ഞങ്ങൾ യൂട്ടേൺ എടുത്ത് ബർഗർ കടയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു പോലീസ് വണ്ടി വന്നു. അപ്പോൾ ഞങ്ങളടുത്ത് ചോദിച്ചു എന്താണ് സംഭവം, ഇവിടെ എന്താണ്. നമ്മളുടെ കയ്യിലുള്ള ഫുൾ ഡോക്യുമെൻറ്റ്സ് കാണിച്ചു കൊടുത്താലും അവർ വിടുന്നില്ല. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, വാർ സോണാണ്, അവർക്ക് അത്രയും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ പോലീസുകാരൻ ഞങ്ങളെയും കൂട്ടിയിട്ട് നേരെ ഇത് മുമ്പത്തെ പോലെ തന്നെ വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, ഇസ്ഫഹാനിൽ. അവിടെ ഭയങ്കര രസമായിരുന്നു. ഇവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എന്താണ്, അവിടെ കുറേ പോലീസുകാരുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെക്ക് ചെയ്തു, എല്ലാ സാധനങ്ങളും ഓക്കെയാണ്, അവർക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാം ഞങ്ങൾ പിന്നെ പാക്ക് ചെയ്തിട്ട് വണ്ടിയിലോട്ട് കയറ്റി. ഏകദേശം ഒരു 4 hours എടുത്തു അവിടെ. എന്നിട്ടും ഞങ്ങൾ വിടുന്നില്ല. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ കമാൻഡർ വരാണ്ട്, ആൾ വന്നിട്ടേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കമാൻഡറെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരാൾ ഞങ്ങളെ കൊണ്ടുവന്ന ഈ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ വിട്ടുകൂടെ, എന്തിനാണ് ഇവരെങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. ഈ ഒരു കാരണത്തിൻ്റെ പുറത്ത് അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റായി. അതായത് അവർ 2 ടീമായിട്ട് ഭയങ്കര ഫൈറ്റ്. അവർ ഗണ്ണൊക്കെ എടുക്കുന്നത്. ഞങ്ങളിത് പേടിച്ചിട്ട് ഈ 4 ആളും ഞങ്ങളാകെ പേടിച്ച് വിറച്ചിരിക്കുക ഇതിൽ. ഇനിയിപ്പോൾ ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ കമാൻഡർ വന്നു. അപ്പോൾ ആൾ വരുമ്പോൾ കാണുന്ന ഈ ഫൈറ്റ് ഇവിടെ നടക്കുന്നത്, ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ആൾക്കും ആകെ ഇതായി. അങ്ങനെ ഞങ്ങൾ എന്താ സംഭവം, എങ്ങനെയാണ്, ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ യാത്രക്കാരാണ്, ഈ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. അങ്ങനെ ആൾ ഞങ്ങളുടെ ഫുൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് വിട്ടു. പിന്നെ ടെഹ്റാൻ എത്തി. ടെഹ്റാനിൽ നമ്മളുടെ മഹദി എന്ന് പറയുന്നൊരു സുഹൃത്ത്, ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടുന്ന് കാണുന്നത്.
ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തു, ഇങ്ങനെ ആളിവിടെ ഉണ്ട്, വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ആളുടെ അവിടെ പോയി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കണ്ട, എല്ലാം ഇവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട്, നിങ്ങളിങ്ങോട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി. അവിടെ ഇറാനികൾ കുറച്ച് ഒരു ലോക്കലുണ്ട്, ഇദ്ദേഹത്തിന് ഈ മെഹദി എന്ന് പറയുന്ന ആൾ അവിടെ ബിസിനസ് ചെയ്യാണ്. അപ്പോൾ ആളുടെ പാർട്ണറായിട്ട് അവിടെ ഒരു ലോക്കലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അന്ന് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. നല്ല ആടിനൊക്കെ അവർ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ അറക്കുന്നതും അപ്പം തന്നെ ഞങ്ങൾക്കത് കബാബാക്കിയിട്ട് തരുന്നു. ഫുള്ള് നല്ല എന്താ അവരുടെ കെയറിങ് എന്നറിയോ, നമുക്ക് അവരുടെ ഒരു സ്വീകരണം എല്ലാം ഭയങ്കര അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസവും ആ ഒരു ആടിൻ്റെ പകുതി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കുക്കറിലൊരു ഡിഷ് ഉണ്ടാക്കി തന്നു. ഇന്നും എൻ്റെ നാവിലുണ്ട് അതിൻ്റെ രുചി. അപ്പോൾ അവർക്ക് ഞങ്ങൾ അവിടുന്ന് പിന്നെ പിറ്റേ ദിവസം പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞങ്ങളുടെ അടുത്ത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ടെഹ്റാനിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുഫീദ് എന്ന് പറയുന്ന സുഹൃത്തും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ആൾക്ക് അന്ന് ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ടെഹ്റാനിൽ ഫ്ലൈറ്റിന് വന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ടെഹ്റാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നമ്മൾ ന്യൂസിൽ അത്രയും കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കോൾസ് വരുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇറാന് വിട്ടിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ടെഹ്റാൻ വരെ എത്തിയിട്ട് ഇറാനിൽ പോയിട്ട് ടെഹ്റാൻ വരെ കാണാണ്ട് പോകാൻ മനസ്സും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടെഹ്റാൻ കൂടെ കണ്ടിട്ട് പോകാമെന്നാണ് കരുതിയത്. ടെഹ്റാനിലെത്തിയപ്പോൾ GPS കംപ്ലീറ്റ്ലി ഔട്ടാണ്, ഒന്നുമില്ല. ഞങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലങ്ങളിലൊന്നും എത്താൻ പറ്റുന്നേ ഇല്ല. അപ്പോൾ അവിടുത്തെ ഞങ്ങളിതിങ്ങനെ കുറേ അവിടെ കറങ്ങുന്ന കണ്ടപ്പോൾ ഒരു ലോക്കലാണ് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയിട്ട്, പിന്നെ ആളുടെ ബൈക്ക് മുമ്പിൽ പോയിട്ട് ഞങ്ങൾ കുറേ ഹെൽപ്പ് ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. ടെഹ്റാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കരുതി ഫുള്ള് എംപ്റ്റി ആയിരിക്കും, ആരും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. പക്ഷേ ടെഹ്റാൻ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം ആളുകളെല്ലാം പുറത്താണ്, ഫുള്ള് മാർക്കറ്റെല്ലാം ലൈവാണ്, അത്രയും ജനങ്ങളാണ് പുറത്ത് നിൽക്കുന്നത്. അവർ ഈ ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനായിട്ട് പൊരുത്തപ്പെട്ട് അവർ അതുമായിട്ട് യൂസ്ഡായി. പിന്നെ ടെഹ്റാനിൽ നിന്ന് ഞങ്ങൾ നേരെ തബ്രീസ് പിടിച്ചു. തബ്രീസ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബോർഡർ വരുന്നത്, അതായത് തുർക്കി ഇറാൻ ബോർഡർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ തബ്രീസ് മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഞങ്ങൾ പിടിച്ചത്. ഏകദേശം തബ്രീസ് എത്തിയപ്പോഴേക്കും ഞങ്ങൾ 9ാമത്തെ ദിവസമാണ് തബ്രീസ് എത്തുന്നത്. 10ാമത്തെ ദിവസമാണ് ഞങ്ങൾ തുർക്കിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. തബ്രീസ് പോയി, അവിടെ വലിയ തിരക്കൊന്നുമില്ല, ബോർഡർ ക്രോസിംഗ് ഒക്കെ ഈസി ആയിരുന്നു. ബോർഡർ ക്രോസ് ചെയ്തു, ഞങ്ങൾ തുർക്കിയിലെത്തി. ഞങ്ങൾ ഫസ്റ്റ് ഡേ തുർക്കി ബോർഡർ ഭാഗത്ത് തന്നെ ഞങ്ങൾ റൂം എടുത്തു, ഞങ്ങളവിടെ റെസ്റ്റ് എടുത്തു. സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ നേരെ അവിടുന്ന് പിടിച്ച് കപ്പഡോക്കിയയിൽ പോകുന്നു. കപ്പഡോക്കിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞ സംഭവമാണ്, ഒരുപാട് ആളുകൾ കാണാൻ കൊതിക്കുന്ന സ്ഥലമാണ്. അതായത് ഏതോ ഒരു പ്ലാനറ്റിൽ പോയി ഇറങ്ങിയ ഒരു ഫീലാണ് നമുക്ക് കപ്പഡോക്കിയയിൽ ചെന്ന് കിട്ടുന്നത്. ഭയങ്കര രസമായിരുന്നു, ഞങ്ങൾ ശരിക്ക് എൻജോയ് ചെയ്തു അവിടെ. ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇറാനിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് കിടക്കുമ്പോൾ, ഇറാന് തുർക്കിയൊക്കെ അറിയാമല്ലോ, ഭയങ്കര ഫുഡിന് അത്രയും നല്ല ഫുഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫുഡാണ് ഞങ്ങൾ തുർക്കിയിൽ എക്സ്പ്ലോർ ചെയ്തത്. കപ്പഡോക്കിയ ഫുള്ള് കറങ്ങി, ഏകദേശം 2 ദിവസമൊക്കെ കപ്പഡോക്കിയയിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ ഇസ്താംബൂളിൽ പിടിക്കുക ചെയ്ത്. കാരണം ഇസ്താംബൂളിൽ ആ ഒരു സമയമായപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫ്രണ്ട് മിസ്റ്റർ ഷാബു ഞങ്ങളുടെ കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പഡോക്കിയയും കറങ്ങി അവിടുന്ന് പിന്നെ ബൾഗേറിയയിലോട്ട് ബൾഗേറിയയിലോട്ട് കടക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു രസമായിട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൾഗേറിയയിലെത്തി. ഞങ്ങൾ ChatGPT ഒക്കെ നോക്കുമ്പോൾ തുർക്കി ടു ബൾഗേറിയ ബോർഡർ അലൗ ചെയ്യില്ല എന്നാണ് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്രീസ് വരെ പോയിട്ട് അവിടുന്ന് സെർബിയ വഴി വേണം നമുക്ക് യൂറോപ്പിലോട്ട് കടക്കാൻ. ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് തുർക്കി ബൾഗേറിയ കടക്കുന്നതാണ് നമുക്ക് യൂറോപ്പിലോട്ട് കടക്കാൻ. അപ്പോൾ ഞങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ബൾഗേറിയ ബോർഡറിലോട്ട് പോയി. തുർക്കിയിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് അടിച്ചു. ബൾഗേറിയ ബോർഡറിൽ നിൽക്കുമ്പോൾ
ഞങ്ങളടുത്ത് അവിടെ പാസ്പോർട്ട് കൺട്രോളിലുള്ള ആൾ പറയാണ് എന്താണ് ക്യാഷ് കയ്യിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഒരു 10 യൂറോ ഉള്ളൂ. ഞാൻ 10 യൂറോ പാസ്പോർട്ടിൽ വെച്ചിട്ട് പാസ്പോർട്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മളുടെ ഇന്ത്യയിലൊക്കെ ഇവിടെ പാസ്പോർട്ട് ഓഫീസർമാരൊക്കെ ഇരിക്കുന്നത് എത്ര സ്റ്റാൻഡേർഡാണ് അവർ എന്നുള്ളത്. ഒരു 10 യൂറോക്ക് വേണ്ടിയിട്ട് വരെ അവിടെ നമ്മളടുത്ത് അവർ ചോദിച്ചെന്ന് പറയുമ്പോൾ. പിന്നെ ബൾഗേറിയയിലോട്ട് കടന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ നമ്മളുടെ ലാൻഡ്സ്കേപ്പ് മൊത്തം മാറി. അതായത് ഈ ഒരു ഡ്രൈ ലാൻഡിൽ നിന്ന് പിന്നെ ഫുള്ള് ഗ്രീനിലോട്ട് മാറി കഴിഞ്ഞിരുന്നു. അത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനായിരുന്നു, ഭയങ്കര രസമായിരുന്നു അത്. ബൾഗേറിയയിൽ ഞങ്ങൾ പോകുന്നതെല്ലാം ഞങ്ങൾ ഈ ബോർഡർ ക്രോസിങ് വഴി അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ വില്ലേജുകളും ഞങ്ങൾക്ക് കറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളേരിയകളിലുള്ള വില്ലേജുകൾ വരെ ഞങ്ങൾക്ക് അങ്ങനെ കറങ്ങി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച കൗതുകകരമായിട്ട് തോന്നിയത് കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ ട്രാക്ടർ ഓടിക്കുന്നുണ്ട്, കുതിരവണ്ടി ഓടിക്കുന്നുണ്ട്. ഇവരെല്ലാം വൈറ്റ്സാണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം. പിന്നെ അതുപോലെ നമ്മളുടെ നാട്ടിൽ ഈ കവലകളിലൊക്കെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുമല്ലോ വയസ്സായ ആളുകളൊക്കെ ഇരുന്നിട്ട്, അതുപോലെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന വൃദ്ധരായ ആളുകളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു കടത്തിണ്ണയിലൊക്കെ ഇരുന്നിട്ട് ബീറൊക്കെ ഇങ്ങനെ അടിക്കുന്നു. അതായത് ചെറിയ ചെറിയ വില്ലേജുകൾ, ഭയങ്കര രസമുള്ള ഒരു സ്ഥലമായിരുന്നു അതെല്ലാം. അങ്ങനെ ബൾഗേറിയ കഴിഞ്ഞ് ഞങ്ങൾ റൊമേനിയയിലോട്ട് എൻ്റർ ചെയ്തു. റൊമേനിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പിംഗ് ഫ്രണ്ട്ലി കൺട്രിയാണ്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാം. ഒരു ചെറിയ പോർഷൻ ഉണ്ടോ നമുക്ക് റോഡ് സൈഡിൽ, അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ വണ്ടിയുമായിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം. അവിടെ ആരും നമ്മളെ അടുത്ത് ചോദിക്കില്ല. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള പല കൺട്രികളിലും നമുക്ക് ക്യാമ്പ് ചെയ്യാൻ ക്യാമ്പിംഗ് സൈറ്റുകളിൽ നമ്മൾ പോകണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ച് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൊമേനിയയിലൂടെ പോകുന്ന ഞങ്ങളുടെ യാത്ര ഭയങ്കര രസമായിരുന്നു. ഞങ്ങളൊരു പാസിലൂടെ പോകുന്ന സമയത്ത് റോട്ടിൽ ഫുള്ള് കരടികളായിരുന്നു. അതും ഭയങ്കര വലുപ്പമുള്ള കരടികൾ റോഡ് സൈഡിലെല്ലാം മൊത്തം. അപ്പോൾ അതൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ ഒരു ഫോറസ്റ്റിൽ ഞങ്ങൾക്ക് നിൽക്കാൻ തന്നെ തോന്നിയില്ല, ഭയങ്കര പേടിയായിരുന്നു കരടി വരുമെന്നുള്ളത്. അത് ഭയങ്കര രസമുള്ള ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്, ടെൻ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾ കൂടുതൽ മാക്സിമം ഹോട്ടൽസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബൾഗേറിയയിൽ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിൽ, ഇപ്പോൾ നമ്മളുടെ മലപ്പുറത്തുനിന്ന് കോഴിക്കോട് പോകുന്ന പോലെ അല്ലെങ്കിൽ തൃശ്ശൂർ പോകുന്ന പോലെ നമുക്ക് ബോർഡേഴ്സൊന്നുമില്ല, അതുപോലെ ഉള്ളൂ. ആരും നമ്മളെ ചോദിക്കില്ല, നമുക്ക് ഇങ്ങനെ കറങ്ങിപ്പോവാം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ഇന്ന സ്ഥലത്ത് എത്തിയെന്ന്. അല്ലെങ്കിൽ ബോർഡർ പാസിങ്ങിൻ്റെ അവിടെ ചെറിയ ഫ്ലാഗ് ഉണ്ടാവും, അതാണ് ഒരു അടയാളം എന്ന് പറയുന്നത്. ഈ റൊമേനിയ കഴിഞ്ഞു, പിന്നെ ഹംഗറി ആയിരുന്നു. ഹംഗറി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, പിന്നെ ദെൻ ഫ്രാൻസ്. ഇതെല്ലാമാണ് ഞങ്ങൾ അന്ന് ആ ഒരു ട്രിപ്പിൽ അതുവരെ കവർ ചെയ്ത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരെ UK ഫെറി വഴി UK എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. UK നിന്നും ലണ്ടനിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ലണ്ടനിൽ പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്കോട്ട്ലൻഡിലോട്ടാണ്. അവിടെ ഐൽ ഓഫ് സ്കൈ NC 500 എന്ന് പറയുന്ന ഈ നമ്മൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു മോട്ടോറിസ്റ്റിൻ്റെയും ഒരു ആഗ്രഹമായിരിക്കും NC 500 കവർ ചെയ്യുക എന്നുള്ളത്. അതിൽ NC 500 കവർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ളാപ്പൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഉള്ളാപ്പൂൾ ടു ആപ്പിൾ ക്രോസ് എന്ന് പറയുന്ന, ആപ്പിൾ ക്രോസ് വേറൊരു സ്ഥലമാണ്. അപ്പോൾ ഏകദേശം ഒരു 3 hours ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വൈകിട്ട് ഒരു 5 മണിക്ക് ഉള്ളാപ്പൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. എന്നാൽ നമുക്ക് സ്റ്റേ ആപ്പിൾ ക്രോസിലാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉള്ളാപ്പൂളിൽ നിന്ന് വിട്ടു. ആപ്പിൾ ക്രോസിൽ എത്താനും പറ്റുന്നില്ല, കാരണം ഭയങ്കര ഹെവി റെയിനായിപ്പോയി. അത് ചെറിയ റോഡാണ്, നമുക്ക് അങ്ങനെ ശരിക്കും അത്രയും വിസിബിലിറ്റി ഒന്നും കിട്ടില്ല. അത് ചെറിയ കുഞ്ഞു റോഡുകളാണ്, പിന്നെ പാസുകളാണ്, വലിയ പാസുകളുമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും പറ്റുന്നില്ല, കാരണം മഴ ആയതുകൊണ്ട് വണ്ടിയിൽ കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ജംഗ്ഷനിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക. കാരണം വണ്ടിയിലെല്ലാവരും ആകെ ടയേർഡായി. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താനും ഡ്രൈവ് ചെയ്ത് എത്താനും ഇനി ഒരു ഹോട്ടൽ കാണിക്കുന്നത് അത്രയും കിലോമീറ്റേഴ്സ് അപ്പുറമാണ്. ഞങ്ങൾക്ക് എത്താൻ പറ്റുന്ന മേ ബി രാവിലെയൊക്കെ ആവും ആ സമയത്ത് അങ്ങോട്ട് എത്താൻ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും എന്നുള്ളതിൽ ഞങ്ങളൊരു ജംഗ്ഷനിൽ ഇങ്ങനെ നിർത്തിയപ്പോൾ
ഒരാളുണ്ട് അവിടെ ഒരു കടയുടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഈ മഴയത്ത് ഒരു കടയുടെ തൊട്ടപ്പുറത്തൊരു സൺസൈഡിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങളടുത്ത് ചോദിച്ചു എന്താ വേണ്ടത്, ഇങ്ങനെ ചോദിച്ചു, കൈ കൊണ്ട് എന്താ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹോട്ടൽ നോക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ, എൻ്റെ അടുത്ത് ഒരു കണ്ടെയ്നർ ഉണ്ട്, നിങ്ങൾക്ക് പറ്റുമോ നോക്ക്, എനിക്കറിയില്ല അത് നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, എന്തായാലും ഞങ്ങൾ പരസ്പരം പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം, വേറെ ഓപ്ഷൻ ഇല്ല അവിടെ, കാരണം റൂം എന്തായാലും കിട്ടുന്നില്ല. ആ സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നു ഒരു റൂമിന് എനിക്ക് തോന്നുന്നു 700 to 800 pounds റേറ്റ് വരുന്നുണ്ട് പെർ നൈറ്റിന്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറെങ്കിൽ കണ്ടെയ്നർ നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി ആളെ ഫോളോ ചെയ്തിട്ട് പോയി നോക്കുമ്പോൾ ഒരു 3 bedroom കണ്ടെയ്നർ സെറ്റപ്പിലുള്ള ഒരു വീട്. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാരണം ആ ഒരു രാത്രി ഞങ്ങൾക്ക്, അതും ഞങ്ങളെ കയ്യിൽ നിന്ന് ആൾ പറഞ്ഞത് വെറും 100 pound ആ ഒരു 3 BHK ആൾ പറയുന്നത് ഞങ്ങളുടെ അടുത്ത്. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരാളും മനുഷ്യനും ഇല്ലാത്തൊരു ഏരിയയാണ് അവിടെ. ആ ഒരാളെങ്ങനെ അവിടെ ആ ഒരു സമയത്ത് കറക്റ്റ് ഞങ്ങൾ വണ്ടി നിർത്തിയ സമയത്ത് എത്തി എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്കൊരു അത്ഭുതമാണത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത്. അത്രയും അടിപൊളി ഒരു സ്ഥലം. അതുപോലത്തെ അനുഭവങ്ങളായിരുന്നു NC500. പിന്നെ അവിടുത്തെ NC500 ഏതൊരു യാത്രികനാണെന്നുണ്ടെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ പോയി കാണേണ്ട സ്ഥലമാണ്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ NC500 പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ ലണ്ടനിലോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലണ്ടനിലെ എയർപോർട്ടിൽ ആബിദ്, ഷാഹിദ്, മുഫി 3 പേരെ ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വീണ്ടും ഞാനും ഷിബിലിയും അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നോർവേ വരെ എത്തിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത്. കാരണം ഞങ്ങൾ അവിടുന്ന് ലണ്ടനിൽ നിന്ന് വീണ്ടും ഫ്രാൻസിലോട്ട് വന്നു. അവിടുന്ന് ബെൽജിയം, ഡെൻമാർക്ക് വഴി വീണ്ടും സ്വീഡന് കയറി. സ്വീഡനിൽ നിന്ന് ഞങ്ങൾ നേരെ നോർവേയിൽ പോയി. നോർവേയിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ഡ്രൈവിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഡ്രൈവ് ഉണ്ട്. അതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു ഡ്രൈവാണ്. അവിടെ എത്തിയിട്ട് അന്നൊരു ദിവസം ആ ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ ഡ്രൈവിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ഞാൻ ക്യാമ്പ് ചെയ്തതിന് ശേഷം അന്ന് രാവിലെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഈ ഒരു ഡ്രൈവ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഡ്രോണിൽ. അപ്പോൾ ഭയങ്കര മഴ. പെട്ടെന്ന് ഈ ഡ്രോണ് ഞാൻ പൊക്കിയതിന് ശേഷം നല്ല മഴ. പക്ഷെ ആ മഴയൊന്നും വകയൊക്കെ ഞാൻ എന്തായാലും ഇത് ഷൂട്ട് ചെയ്യാൻ തന്നെ ഞാൻ ഉറച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഷൂട്ടും എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ശരിക്കും അന്ന് വീണ്ടും ഞാൻ തിരിച്ചിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്നതും. ഷിബിലി സ്വീഡനിലോട്ടും ഞാൻ തിരിച്ച് ദുബൈയിലോട്ടുമാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ വാഹനം ഇപ്പോഴും അവിടെ സ്വീഡനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ട്രിപ്പിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് സ്വീഡനിൽ നിന്ന് വണ്ടി എടുത്ത് ഇന്ത്യയിലോട്ട് വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വീഡൻ, ഫിൻലാൻഡ്, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ചൈന, തിബറ്റ്, നേപ്പാൾ വഴി നമ്മളുടെ ഇന്ത്യയിലോട്ട് വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഒരിക്കലും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഞാൻ പ്രാവർത്തികമാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് എനിക്കതിന് സംഭവിച്ചത്. എല്ലാവരും സ്വപ്നങ്ങൾ കാണുക, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് പിന്നെ വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറുന്നത്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.